ഹലോ ഡിയേഴ്സ്, വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഞാനിത് ആറന്മുള കണ്ണാടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. ഞാൻ ഭയങ്കര പ്രഷ്യസായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു ഗിഫ്റ്റാണ്. ഇതെല്ലാ വിഷുവിനും എടുത്ത് കണി വയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വാൽക്കണ്ണാടി പോലെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറേ വർഷമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി കേട്ടോ. പക്ഷെ കളയാൻ തോന്നിയില്ല, മോളുടെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാനിന്നിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വെച്ചിരുന്ന. അപ്പം എന്തായാലും വിഷുവിന് അതൊരു വാൽക്കണ്ണാടി പോലെ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്ലേയും കുറച്ച് കാർഡ്ബോർഡും ഒക്കെ പെട്ടെന്നൊരു ഇടിപിടി തട്ടിക്കൂട്ടലായിപ്പോയി. അപ്പം എത്രത്തോളം ഭംഗിയായെന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. എന്തായാലും കുറച്ച് മോൾഡേറ്റ് എടുത്ത് നല്ലപോലെ അത് ആ കാർഡ്ബോർഡിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്ത് ഗമ്മൊക്കെ തേച്ചാണ് സെറ്റാക്കിയത്. അത് ഞാൻ കുറേ ഡിസൈനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ച് എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് ടൈം എടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ സെറ്റാകുക എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ വെച്ചു. പിന്നെ ഈ ക്ലേ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് അന്നേരം ആലോചിച്ചൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പം എനിക്ക് അന്നേരം തോന്നുന്ന രീതിയിൽ കുറേ ഡിസൈനും കുറച്ച് ക്ലേ ഒക്കെ ഇങ്ങനെ കൊടുത്ത് ആ കാർഡ്ബോർഡ് ഫില്ല് ചെയ്തങ്ങ് വാൽക്കണ്ണാടി രൂപത്തിലാക്കിയെടുത്തു. അപ്പോൾ എൻ്റെ ആറന്മുള കണ്ണാടി എനിക്ക് സ്റ്റാൻഡ് ബൈ നിൽക്കുന്ന അവനെ നിർത്താവുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ വാൽക്കണ്ണാടി പോലെ വേറെ ഷേപ്പല്ലേ. അപ്പം ഒരു ഡിസൈൻ കൊടുത്ത് അങ്ങ് സെറ്റാക്കി. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ക്ലേ ഒക്കെ കുറച്ച് ഗ്ലൂ ഒക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് കുറേ ടിഷ്യൂ പേപ്പർ നല്ലതായിട്ട് ഇത് ചെയ്തു. കാരണം നേരിട്ട് ക്ലേയിലോട്ട് പെയിൻ്റ് ആകുമ്പോൾ അത്ര ഒരു ഇത് കിട്ടുന്നത്. ഇതപ്പോൾ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പെയിൻ്റൊക്കെ പിടിക്കാനുള്ള പോണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണത് സെറ്റായി വന്നത് കേട്ടോ. അവസാനം ഞാനത് ഉണക്കി നല്ലതായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് ഫുൾ അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ബ്ലാക്കിന് മണ്ടയ്ക്ക് ഗോൾഡും കൊടുക്കുമ്പോൾ ഒരു ആൻറ്റിക് ഒരു ലുക്കൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ട് നടുക്കത്തെ പോർഷനിൽ കൊടുത്തില്ല, ബാക്കി സൈഡ് മൊത്തം അങ്ങ് ബ്ലാക്ക് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നപ്പം ഇതുപോലെ ഗോൾഡൻ പെയിൻ്റ് എടുത്തിട്ട് ഫുള്ള് അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പം സ്പ്രെഡ് ചെയ്തപ്പം ഡിസൈൻ ഒന്നും അങ്ങനെ ഡിസൈനാക്കിയൊന്നും എടുത്തില്ല. പിന്നെ ഉണക്കി വന്നപ്പം ഇതുപോലെ ഒരു ഗോൾഡൻ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഫിനിഷ് ചെയ്തതായിട്ട്. ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല, എന്നാലും ഈ വിഷുവിന് കണി വെക്കാൻ ഇതുപോലൊരു വാൽക്കണ്ണാടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.